ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. മോഷൻ ഇൻ പ്ലെയിൻ എന്ന യൂണിറ്റിലെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ ഓർമ്മയുണ്ടാവുമല്ലോ. സ്കേലർ ക്വാണ്ടിറ്റീസ്, വെക്റ്റർ ക്വാണ്ടിറ്റീസ്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്റ്റേഴ്സ്, പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡിഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. മോഷനിൻ്റെ പ്ലെയിനിലെ പൊസിഷൻ വെക്റ്റർ എങ്ങനെയായിരിക്കും? ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്ന് പറഞ്ഞൊരു വെക്റ്ററിന് നമുക്ക് AX വെക്റ്റർ പ്ലസ് AY വെക്റ്റർ എന്നും പിന്നെ യൂണിറ്റ് വെക്റ്റർ ചേർത്തിട്ട് എങ്ങനെ എഴുതാം, വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാം, ടാൻ തീറ്റ എന്താണ് എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയിരുന്നു. അതിൻ്റെ തുടർച്ച എന്നോണം പൊസിഷൻ വെക്റ്റർ എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. പൊസിഷൻ വെക്റ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾക്ക് XY ആക്സിസ് ഒരു പ്ലെയിനിലെ കാര്യമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു പ്ലെയിനിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ട്, P എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. ഈ O എന്ന് പറഞ്ഞ ഈ പോയിന്റിൽ നിന്ന് ഈ P എന്ന് പറഞ്ഞ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസാണ് R എന്ന് പറയുന്ന വെക്റ്റർ, R വെക്റ്റർ. അതാണ് അതിൻ്റെ പൊസിഷൻ വെക്റ്റർ. അതായത് P എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നതാണ് XY പ്ലെയിനിലെ പൊസിഷൻ വെക്റ്ററാണ് R വെക്റ്റർ എന്ന് പറയുന്നത്. ഈ R വെക്റ്ററിനെ എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം? R വെക്റ്ററിന് രണ്ട് കമ്പോണൻ്റ് ആണുള്ളത്. ഒന്ന് X ആക്സിസിലുള്ള കമ്പോണൻറ്റും ഒന്ന് എന്താണ് Y ആക്സിസിലുള്ള കമ്പോണൻറ്റും. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് നൗ. R വെക്റ്റർ വിച്ച് ഇസ് ഈക്വൽ ടു X വെക്റ്ററിന് ചുമ്മാതെ എഴുതാൻ പറ്റുമോ? ഇല്ല അല്ലേ. നമ്മളെങ്ങനെ എഴുതണം? XI യൂണിറ്റ് വെക്റ്റർ പ്ലസ് ബൈ J യൂണിറ്റ് വെക്റ്റർ എന്ന് എഴുതണം. ശരിയല്ലേ? J യൂണിറ്റ് വെക്റ്റർ എന്ന് എഴുതണം. കാരണം എന്താണ്? X എന്ന് പറയുന്നതിൻ്റെ യൂണിറ്റ് വെക്റ്റർ I ആണ്, J എന്നുള്ളതിൻ്റെ യൂണിറ്റ് വെക്റ്റർ ബൈ ആക്സിസിലെ J ആണ് ഇത് യൂണിറ്റ് വെക്റ്റർ. സോ നമുക്ക് പൊസിഷൻ വെക്റ്റർ R വെക്റ്റർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് XI വെക്റ്റർ പ്ലസ് ബൈ J വെക്റ്റർ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ R വെക്റ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഡെൽറ്റ XI വെക്റ്റർ പ്ലസ് ഡെൽറ്റ Y J വെക്റ്റർ ആയിരിക്കും. ഓക്കെ, ഡെൽറ്റ R വെക്റ്റർ എന്ന് പറയുന്നത് ആ പൊസിഷൻ വെക്റ്റർ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ എക്സിലുള്ള ഡിഫറൻസും വൈയിലുള്ള ഡിഫറൻസ് എടുക്കണം. സോ നമുക്ക് ഡെൽറ്റ R വെക്റ്റർ വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ XI വെക്റ്റർ പ്ലസ് ഡെൽറ്റ Y J വെക്റ്റർ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതേ കേസിൽ ഇതിൻ്റെ വെലോസിറ്റി എന്താണെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, അതായത് ഇവിടെ ഡെൽറ്റ R വെക്റ്റർ നമ്മൾ കണ്ടുപിടിക്കാനുള്ള കാരണം ജസ്റ്റ് കോൺസെപ്റ്റുകളൊന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഇവിടെയായിരുന്നു P എന്ന് പറഞ്ഞിട്ടുള്ള പോയിൻറ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ പൊസിഷൻ വെക്റ്ററാണ് R വെക്റ്റർ. ഇനി Pക്ക് ഇത്തിരി സ്ഥാനാന്തരം സംഭവിച്ചു, ഡിസ്റ്റൻസ് സംഭവിച്ചു, ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു. സോ Pയുടെ പുതിയ പൊസിഷൻ P പ്രൈം ഇവിടെ. അപ്പോൾ അതിൻ്റെ പൊസിഷൻ വെക്റ്ററാണ് ഇവിടെ വരയ്ക്കുന്നത്. എന്ത്? R പ്രൈം വെക്റ്റർ. ഈ R വെക്റ്ററും R പ്രൈം വെക്റ്ററിൻ്റെ ഡിഫറൻസ് ആണ് എന്ത്? ഡെൽറ്റ R എന്ന് പറയുന്നത്. സോ ഡെൽറ്റ R വെക്റ്റർ എന്ന് പറയുന്നത് R പ്രൈം വെക്റ്റർ മൈനസ് R വെക്റ്റർ ആണ്. അതാണ് ഇവിടെ നമ്മൾ എഴുതി വച്ചിരിക്കുന്നത് കേട്ടോ. ഡെൽറ്റ XI വെക്റ്റർ പ്ലസ് ഡെൽറ്റ Y J വെക്റ്റർ. അപ്പോൾ P എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിൻറ്റിന് ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുകയാണ്. അത് P വെക്റ്റർ എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് P പ്രൈം എന്ന് പറഞ്ഞൊരു പൊസിഷനിലേക്ക് അവിടെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് പൊസിഷൻ വെക്റ്റേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? ഡെൽറ്റ R വെക്റ്റർ എന്ന് പറയുന്നത്. അതാണ് ഡെൽറ്റ XI വെക്റ്റർ പ്ലസ് ഡെൽറ്റ Y J വെക്റ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വെലോസിറ്റി നോക്കാം. സെയിം തന്നെ കേട്ടോ. വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ? നിങ്ങൾക്കറിയാമല്ലോ. വെലോസിറ്റി വെക്റ്റർ V വെക്റ്റർ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. ഇവിടെ നമ്മൾ എടുക്കുന്നത് ലിമിറ്റ് ഡെൽറ്റ T ടെൻസ് ടു 0 ഡെൽറ്റ R വെക്റ്റർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ T, ഓർ വി ക്യാൻ റൈറ്റ് ഇറ്റ് നൗ dr വെക്റ്റർ ഡിവൈഡഡ് ബൈ dt. ഈ ഡെറിവേറ്റീവ് ലിമിറ്റൊക്കെ എന്താണെന്ന് പഠിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കാം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അപ്പോൾ ഇതിനെ ഒരു ഡെറിവേറ്റീവ് ഫോമിൽ നമ്മൾ എഴുതിയെന്ന് മാത്രം, ലിമിറ്റിൻ്റെ ഫോമിൽ നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്തു എന്ന് മാത്രം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ
നമുക്ക് ബി വെക്റ്റർ എന്താണ് എന്നുള്ളത് എഴുതാം. ജനറലായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ മതി കേട്ടോ. ബി എക്സ് ഐ വെക്റ്റർ പ്ലസ് ബി വൈ ജെ വെക്റ്റർ എന്ന് എഴുതാം. അതായത് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ വെലോസിറ്റി വെക്റ്ററിന് 2 കമ്പോണൻസ് വരും. ഏതൊക്കെയാണ്? വി എക്സും വി വൈയും. അതാണ് ഇവിടെ വി വെക്റ്റർ വിച്ച് ഇസ് ഈക്വൽ ടു വി എക്സ് ഐ വെക്റ്റർ പ്ലസ് ബി വൈ ജെ വെക്റ്റർ എന്ന് എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ വിയുടെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? √(vx²) പ്ലസ് ബി വൈ സ്ക്വയർ ആയിരിക്കും. വിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? √(vx² പ്ലസ് ബി വൈ സ്ക്വയർ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ടാൻ തീറ്റ എന്തായിരിക്കും ഇതിൻ്റെ കേസിൽ? ടാൻ തീറ്റ ഈക്വൽ ടു ബി വൈ ഡിവൈഡഡ് ബൈ ബി എക്സ്. ടാൻ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു ബി വൈ ഡിവൈഡഡ് ബൈ ബി എക്സ്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരിചിതമായി പോവാൻ വേണ്ടു. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ ആക്സിലറേഷൻ വെക്റ്റർ എ വെക്റ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെൽറ്റ ബി വെക്റ്റർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അപ്പോൾ നമുക്ക് എ വെക്റ്ററിനും എന്ത് 2 കമ്പോണൻസ് തന്നെയാണുള്ളത്? എന്ത്? എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും. സോ നമുക്ക് എന്ത് എഴുതാം? എ എക്സ് ഐ വെക്റ്റർ പ്ലസ് എ വൈ ജെ വെക്റ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. മനസ്സിലായോ? അപ്പോൾ എന്താണ്? എ വെക്റ്ററിന് 2 കമ്പോണൻ്റ് ആണ്, എ എക്സ് എ വൈ. സോ നമുക്ക് എങ്ങനെ എഴുതാം? എ വെക്റ്റർ വിച്ച് ഇസ് ഈക്വൽ ടു എ എക്സ് ഐ വെക്റ്റർ പ്ലസ് എ വൈ ജെ വെക്റ്റർ എന്നുള്ളത് നമുക്ക് എഴുതാം. ഡെറിവേഷനും കാര്യങ്ങളൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ജസ്റ്റ് ഈ ടേംസും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചിതമായിട്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ആക്സിലറേഷൻ വെക്റ്റർ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇതിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. വെലോസിറ്റി വെക്റ്ററിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കാമെന്ന് മാത്രം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? √(ax² പ്ലസ് ay². എ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് √(ax² പ്ലസ് ay² എന്ന് കിട്ടും. ഇനി നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഒന്ന് നമുക്ക് നോക്കാം. ബി എക്സ് എന്ന് പറയുന്നത് bx0 പ്ലസ് AXT. ഇതെന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും B = U + AT എന്നുള്ളൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. B = U + AT. ഇവിടെ U എന്ന് പറയുന്നത് എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റിയാണ്. ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് V0 എന്നും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അത് നിങ്ങൾക്കറിയാവുന്ന കാര്യം. സോ B = V0 + AT എന്നുള്ളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ എക്സ് കമ്പോണൻറ്റിൻ്റെ ടേംസിലാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. എക്സ് കമ്പോണൻറ്റിൻ്റെ ടേംസിൽ. സോ Vx വിച്ച് ഇസ് ഈക്വൽ ടു Vx0. x0 എന്ന് പറയുന്നത് ടൈം 0 ആയിരിക്കുമ്പോഴത്തെ വെലോസിറ്റി. Vx0 പ്ലസ് AXT. അതായത് അവിടെ നമ്മൾ ബിയുടെയും എയുടെയും ഒക്കെ എക്സ് കമ്പോണൻറ്റ് കൺസിഡർ ചെയ്തു. ഇനി അതേപോലെയാണെന്നുണ്ടെങ്കിൽ വൈ കമ്പോണൻറ്റ് വെച്ചിട്ട് ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? Vy വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? Vy0 പ്ലസ് എയുടെ ഏത് കമ്പോണൻ്റ് എടുക്കണം? വൈ കമ്പോണൻ്റ് എടുക്കണം. AYT. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പഠിച്ച B = V0 + AT എന്നുള്ള ഇക്വേഷനെ ബിയുടെയും എയുടെയും എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള 2 ഇക്വേഷൻസാണ് Vxഉം Vyയും എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ. സോ ഇപ്പോൾ നമുക്ക് വല്ല പ്രോബ്ലംസൊക്കെ ചെയ്യുമ്പോൾ ആവശ്യം വന്നേക്കാം. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് എന്ത് നോക്കാം? ആർ വെക്റ്റർ എന്താണെന്ന് നോക്കാം. ആർ വെക്റ്ററിന് നമ്മൾക്കൊരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം എന്താണ്? ഡിസ്റ്റൻസ് S വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു പഠിച്ച ഇക്വേഷൻ? S = നമുക്കറിയാവുന്നൊരു ഇക്വേഷനാണ് എന്ത്? V0t + ½AT² എന്ന് പറയുന്നത് പഠിച്ചിരിക്കുന്നതാണോ? ഓക്കെ. അപ്പോൾ നമ്മളിവിടെ പൊസിഷൻ വെക്റ്റർ ഉപയോഗിച്ച് ആർ വെക്റ്റർ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ആർ വെക്റ്റർ വിച്ച് ഇസ് ഈക്വൽ ടു V0t + ½ A വെക്റ്റർ T² എന്ന് എഴുതാം. അങ്ങനെ വെക്റ്റർ ഫോമിലാക്കിയിട്ട് V0 വെക്റ്റർ ഇട്ടാ വെക്റ്റർ ഫോമിലാക്കിയിട്ട് നമുക്ക് ഈ ഇക്വേഷൻ എഴുതാം. അതേപോലെ നമ്മളിപ്പോൾ ഇവിടെ S = V0t + ½ AT² എന്ന് പറഞ്ഞു. എന്താണ് ഈ S എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? xt - x0. ദാറ്റ് മീൻസ് ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് S ആയിട്ട് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. സോ ഇത് വെച്ച് നമ്മൾ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? xt - x0 വിച്ച് ഇസ് ഈക്വൽ ടു V0t + ½ AT² എന്ന് എഴുതാം. ഇത് കൂടെ ഓക്കെ. ഇനി ഇതിൽ നിന്ന് ഈ xt മാത്രം എന്താണെന്ന് എടുത്തേര്? ഈ -x0 അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തായി?
plus x0 I. So we can write it now xt which is equal to x0 plus b0 t plus half at സ്ക്വയർ. ഓക്കെ, ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മളിവിടെ വെക്ടറിൻ്റെ ടേംസിൽ അതായത് നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ എക്സ് കമ്പോണൻ്റ് ആയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിരിക്കുന്നത്, അതിനെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം. എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ജസ്റ്റ് എക്സ് എന്ന് എഴുതാം. ഫൈനൽ പൊസിഷൻ എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു x0 പ്ലസ് b0. വെറുതെ b0 എന്ന് എഴുതിയാൽ പോരാ, ഇവിടെ എന്ത് വേണം, നമ്മൾ എക്സ് കമ്പോണൻ്റ് ആണ് എടുക്കുന്നതെന്ന് മനസ്സിലാകാനായിട്ട് bx0 എന്ന് തന്നെ എഴുതണം. ടി പ്ലസ് ഹാഫ്, ഇവിടെ വെറുതെ എന്ന് എഴുതിയാൽ മതിയോ, എക്സ് കമ്പോണൻ്റ് ആയതുകൊണ്ട് ax t സ്ക്വയർ എന്ന് എഴുതണം. ഇനി ഇതേപോലെ y കമ്പോണൻ്റ് എന്ന് എഴുതി നോക്കിയേ, y വിച്ച് ഇസ് ഈക്വൽ ടു y0 പ്ലസ് by0 t പ്ലസ് ഹാഫ് ay ടി സ്ക്വയർ എന്ന് എഴുതണം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയായിരുന്നു. അതിൽ നിന്ന് എസ് വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ടി മൈനസ് x0 നിന്ന് എസ് ടി എന്താണെന്ന് എഴുതി. അതിൽ നിന്നാണ് നമ്മൾ എസ് കമ്പോണൻറ്റിൻ്റെയും വൈ കമ്പോണൻറ്റിൻ്റെയും ഇക്വേഷൻ എഴുതിയത്. ഓക്കെ, ഈ ഇക്വേഷൻ നമ്മൾ മുമ്പ് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് റിലേറ്റീവ് വെലോസിറ്റിയുടെ ഇക്വേഷനും കൂടെ നമുക്ക് നോക്കി നോക്കാം. റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മളിവിടെ നോക്കുന്നത്. റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ വി എ ബി വെക്ടർ വിച്ച് ഇസ് ഈക്വൽ ടു ബി എ വെക്ടർ മൈനസ് ബി ബി വെക്ടറാണ് വരിക. അതേമാതിരി ബി ബി എ ആണെന്നുണ്ടെങ്കിലോ ബി ബി വെക്ടർ മൈനസ് ബി എ ആണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി ഇവയുടെ മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബി എ ബി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ബി എ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. അല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, ബി എ ബി വെക്ടർ ഈക്വൽ ടു മൈനസ് ബി ബി എ വെക്ടറിനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ. മൈനസ് ബി ബി എ വെക്ടറിന് എഴുതാനേ സാധിക്കുമായിരുന്നുള്ളൂ. കാരണം മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിലും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമുക്കിവിടെ മൈനസ് 2 വന്നത്. പക്ഷേ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അവിടെ ഡയറക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്കിവിടെ രണ്ടും ഈക്വൽ ആണെന്ന് എഴുതാം, മൈനസ് സൈൻ ഇടേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതൊന്ന് പഠിച്ചു വയ്ക്കേണ്ട ഇക്വേഷൻ തന്നെയാണ്. റൂട്ട് ഓഫ് വി എ സ്ക്വയർ പ്ലസ് ബി ബി സ്ക്വയർ മൈനസ് 2va vb കോസ് തീറ്റ 2va vb കോസ് തീറ്റ. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. റിലേറ്റീവ് വെലോസിറ്റിയുടെ കേസിൽ വി എ ബി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡും വി ബി എ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡും ഈക്വലാണ്. അവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്, ഡയറക്ഷൻ കൺസിഡർ ചെയ്യുന്നില്ല. സോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് വി എ സ്ക്വയർ പ്ലസ് വി ബി സ്ക്വയർ മൈനസ് 2va vb കോസ് തീറ്റ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയമായല്ലോ. ഇനി നമുക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കാം. A particle starts from origin at t equal to 0 with a velocity 5 I unit vector meter per second. അപ്പോൾ ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക, ഈ ഐ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് ആക്സിസിലുള്ള കമ്പോണൻ്റ് ആണ് അവിടെ നമുക്ക് തന്നിരിക്കുന്നത്. വെലോസിറ്റിയുടെ ഏത് ആക്സിസിലുള്ള കമ്പോണൻ്റ് ആണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. 5 യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ യൂണിറ്റ് വെക്ടർ ഏത് കമ്പോണൻ്റ് ആണ്, എക്സ് കമ്പോണൻ്റ് ആണ് കേട്ടോ. ഓക്കെ, മൂവ്സ് ഇൻ എ XY plane under action of a force which produces a constant acceleration. അപ്പോൾ ആക്സലറേഷൻ എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്, 3I യൂണിറ്റ് വെക്ടർ പ്ലസ് 2J യൂണിറ്റ് വെക്ടർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. വെലോസിറ്റി എന്താണെന്ന് തന്നിട്ടുണ്ട്, 5I യൂണിറ്റ് വെക്ടർ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ ടി ഈക്വൽ ടു ടൈമിൽ 0ലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇനിഷ്യൽ വെലോസിറ്റിക്ക് നമുക്ക് എന്ത് എക്സ് ആക്സിസിലെ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ, വൈ ആക്സിസിലുള്ള കമ്പോണൻറ്റ് ഇല്ല എന്നുള്ളതും കൂടി ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ക്ലിയർ ആണോ? അപ്പോൾ ടി ഈക്വൽ ടു 0ലുള്ള വെലോസിറ്റി എന്ന് പറയുമ്പോൾ അതെന്താണ്, ഇനിഷ്യൽ വെലോസിറ്റിയാണ്. ദാറ്റ് ഈസ് v0 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും എടുത്ത് എഴുതിയല്ലേ മക്കളെ. എന്തൊക്കെ തന്നിരിക്കുന്നത്, ടി ഈക്വൽ ടു 0യുള്ള വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5I യൂണിറ്റ് വെക്ടർ മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ആക്സലറേഷൻ
വെക്റ്റർ എന്താണെന്ന് തന്നിട്ടുണ്ട്. അതാണ് 3i യൂണിറ്റ് വെക്റ്റർ പ്ലസ് 2j യൂണിറ്റ് വെക്റ്റർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇവിടെ ഞാൻ 2.0 എന്നൊന്നും എഴുതാതിരുന്നത് അത് എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. എഴുതിയാലും കുഴപ്പമില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി വൈ കോർഡിനേറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് ദി ഇൻസ്റ്റൻറ്റ് ഇറ്റ്സ് എക്സ് കോർഡിനേറ്റ് ഈസ് 84 മീറ്റർ. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 84 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ വൈ കോർഡിനേറ്റ് എന്താണ് എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, നമുക്കറിയാവുന്ന ഒരു ഇക്വേഷനാണ് S=V0t പ്ലസ് ഹാഫ് AT² എന്നുള്ളത്. ഇതിന് നമ്മൾ വെക്റ്റർ ഫോമിൽ എഴുതിയിട്ടുള്ള ഫോർമാറ്റും കണ്ടു. R വെക്റ്റർ വിച്ച് ഇസ് ഈക്വൽ ടു V0 വെക്റ്റർ t പ്ലസ് ഹാഫ് A വെക്റ്റർ t എന്നുള്ളതും AT² എന്നുള്ളതും നമ്മൾ കണ്ടു. ഞാൻ ആ ഒരു ഫോമിലേക്ക് നമുക്കായിട്ട് എഴുതി നോക്കാം. R വെക്റ്റർ വിച്ച് ഇസ് ഈക്വൽ ടു V0 എന്ന് പറയുന്നത് എന്തായിരുന്നു? V0 വെക്റ്റർ എന്ന് പറയുന്നത് 5i യൂണിറ്റ് വെക്റ്ററാണ്. സോ 5i യൂണിറ്റ് വെക്റ്റർ ഇൻറ്റു t വരും പ്ലസ് 1/2 ഇൻറ്റു എ വെക്റ്റർ എന്ന് പറയുന്നത് എന്താണ്? 3i പ്ലസ് 2j. അപ്പോൾ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. 3i യൂണിറ്റ് വെക്റ്റർ പ്ലസ് 2j യൂണിറ്റ് വെക്റ്റർ ഇൻറ്റു t² എന്ന് വരും. ഇങ്ങനെ എഴുതാമല്ലോ? എഴുതാം. ഇനി നമുക്കിവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, ഇവിടെ ഒരു ഐ കമ്പോണൻ്റ് ഉണ്ട്, ഇതിലൊരു ഐ കമ്പോണൻ്റ് ഉണ്ട്. അപ്പോൾ ഐ കമ്പോണൻറ്റുകൾ മാത്രം നമ്മൾ ഒരുമിച്ച് എഴുതണം. കാരണം എന്താണ്? ഐ കമ്പോണൻറ്റുകളൊക്കെ എന്തിൻ്റെയാണ്? എക്സിലെ കമ്പോണൻ്റാണ്. ജെ കമ്പോണൻ്റ് എന്തിൻ്റെയാണ്? വൈയിലെ കമ്പോണൻ്റാണ്. സോ നമുക്കിവിടെ എക്സിലെ കമ്പോണൻറ്റിൻ്റെ ഒക്കെ ഒരുമിച്ച് കിട്ടണം. സോ ഐ കമ്പോണൻറ്റിനെ നമ്മൾ ഒരുമിച്ച് ചെയ്താണ്. സോ 5i യൂണിറ്റ് വെക്റ്റർ ഒരു മിനിറ്റ്, ഐ യൂണിറ്റ് വെക്റ്റർ നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം അല്ലേ? സോ 5t പ്ലസ് ഈ 1/2 എന്ന് പറയുന്നത് ഈ ബ്രാക്കറ്റിൽ എടുക്കുന്ന രണ്ടെണ്ണത്തിനും കോമൺ ആണ് അല്ലേ? സോ 3/2 എന്ന് വരും. ശരിയല്ലേ? 3/2 ഈ t² കോമൺ ആണ്, 1/2 കോമൺ ആണ്, t² കോമൺ ആണ്. സോ 3/2 t² ഐ യൂണിറ്റ് വെക്റ്റർ നമുക്ക് കോമൺ ആയിട്ട് പുറത്ത് എഴുതാം. അപ്പോൾ അതിൻ്റെ കമ്പോണൻസിനൊക്കെ നമ്മൾ ഒരുമിച്ച് എഴുതി. അപ്പോൾ ഇതിൽ ഈ ഐ യൂണിറ്റ് വെക്റ്ററിനെയും ഇതിൽ ഐ യൂണിറ്റ് വെക്റ്ററിനെയും നമ്മൾ കോമൺ ആയിട്ട് ഇവിടെ പുറത്ത് എഴുതി എന്ന് മാത്രം. അപ്പോൾ ഐ യൂണിറ്റ് വെക്റ്ററിൻ്റെ കമ്പോണൻസിന് ഒരുമിച്ച് എഴുതി. ബാക്കി നമുക്ക് എന്ത് വരും? ജെയുടെ കമ്പോണൻറ്റ് ഒന്നേ ഉള്ളൂ. അപ്പോൾ ഈ 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1/2, ഈ 1/2 ഇൻറ്റു ബാധകമാണല്ലോ, ഇൻറ്റു ജെ യൂണിറ്റ് വെക്റ്റർ ഇൻറ്റു t² എന്നുള്ളത് എഴുതാം. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഈ 3/2നെ ഒന്ന് നമുക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാം. 2/2 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ 2/2ൻ്റെ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? 1 എന്ന് കൊടുക്കാം. 3/2ൻ്റെ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? 1.5 എന്നും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ R വെക്റ്റർ എന്ന് പറയുന്നത്. 5t പ്ലസ് 1.5 t² ഐ യൂണിറ്റ് വെക്റ്റർ പ്ലസ് 1j യൂണിറ്റ് വെക്റ്റർ t² എന്നാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തെന്നാ? എസ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത്, എസ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 84 മീറ്റർ ആണ്. സോ ഇതിലെ എസ് കോർഡിനേറ്റ് ആണ് ഈ കിടക്കുന്നത്. ഐ യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുന്നത് എസ് കോർഡിനേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഐയുടെ കമ്പോണൻസ് ആയിട്ടുള്ള ഈ 5t പ്ലസ് 1.5 t² എന്ന് പറയുന്നത് എന്താണ്? എക്സിൻ്റെ കമ്പോണൻസ് ആണ്. അത് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? 84 മീറ്റർ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 5t പ്ലസ് 1.5 t² ദാറ്റ് ഈസ് ഈക്വൽ ടു 84 മീറ്റർ എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? എക്സ് കമ്പോണൻറ്റ് എന്ന് പറയുന്നതാണ് എന്ത്? 5t പ്ലസ് 1.5 t², അത് 84 ആണ് തന്നിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ഫോമിൽ ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. ഇതൊരു എന്താണ് കണ്ടോ? 1.5 t² പ്ലസ് 5t വിച്ച് ഇസ് ഈക്വൽ ടു 84 എന്നുള്ളൊരു ഫോർമാറ്റിൽ ഒരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പോൾ അത് മെത്തേഡ് ഞാൻ ഇവിടെ പറയുന്നില്ല, കുറച്ച് ലോങ് ആയി പോവും. t വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് ആൻസർ 6 സെക്കൻഡ് എന്ന് കിട്ടും. 6 സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടും. ഇനി നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എസ് കോർഡിനേറ്റ് 84 ആണ് തന്നിട്ടുണ്ട്. വൈ കോർഡിനേറ്റ് ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ വൈ കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? വൈ കോർഡിനേറ്റ് എന്താണ്? 1j യൂണിറ്റ് വെക്റ്റർ t² ആണ് വൈ കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1t² ആണല്ലേ? 1t² ആണ്. ഇവിടെ t ഈക്വൽ ടു 60 സെക്കൻഡ് 6 സെക്കൻഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ 1 × 6² ദാറ്റ് ഈസ് ഈക്വൽ ടു 6 × 6
36 മീറ്ററാണ് y കോർഡിനേറ്റിന് കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്, നമുക്കറിയാവുന്ന ഇക്വേഷൻ എടുത്തു, ഈ ഒരു ഇക്വേഷൻ എടുത്തു, അതിൽ നിന്ന് i കമ്പോണൻറ്റുകൾ ഒരുമിച്ച് എഴുതി, എന്നാലാണ് x കോർഡിനേറ്റ് കിട്ടുള്ളൂ. j കമ്പോണൻറ്റുകളെ ഒരുമിച്ച് എഴുതി y കോർഡിനേറ്റും കിട്ടി. s കോർഡിനേറ്റ് 84 എന്ന് വന്നിട്ടുണ്ട്. അത് സോൾവ് ചെയ്ത് ടിയുടെ വാല്യൂ 6 സെക്കൻഡാണെന്ന് കണ്ടുപിടിച്ചു. അത് നമ്മൾ വൈയിൽ ഇട്ട് കൊടുത്തിട്ട് y കോർഡിനേറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി സ്പീഡ് ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് ദിസ് ടൈം. അപ്പോൾ അതിൻ്റെ വെലോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ശരിക്കും നമുക്ക് എന്ത് കിട്ടി, ഇവിടെ വെലോസിറ്റി വെക്ടർ കിട്ടിയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ സ്പീഡ് എത്രയാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, വെലോസിറ്റി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ വെലോസിറ്റി വെക്ടർ എന്താണെന്നുള്ളതൊന്ന് നോക്കാം. വെലോസിറ്റി വെക്ടർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഡി ആർ വെക്ടർ ഡിവൈഡ് ബൈ ഡി ടി. ദാറ്റ് മീൻസ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ പൊസിഷൻ വെക്ടറിനെ ഒന്ന് ഡെറിവേറ്റീവ് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഡി ബൈ ഡി ടി ഓഫ് പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് എന്തായിരുന്നു, പൊസിഷൻ വെക്ടർ നമുക്കൊന്ന് എഴുതാം. പൊസിഷൻ വെക്ടർ എന്തായിരുന്നു, 5t പ്ലസ് 1.5t സ്ക്വയർ i യൂണിറ്റ് വെക്ടർ പ്ലസ് എന്ത് വന്നു 1t സ്ക്വയർ j യൂണിറ്റ് വെക്ടർ. ഇതായിരുന്നു നമ്മുടെ പൊസിഷൻ വെക്ടർ. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും, അതായത് വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ചെയ്യുന്നത്. ഡെറിവേഷൻ ചെയ്യാനായിട്ട് അറിയണം. 5tയുടെ ഡെറിവേറ്റീവ് 5 ആണ് വരിക. കാരണം എന്താണ്, 5tയുടെ ഡെറിവേറ്റീവ് എന്ത് വരും, 5 വരും. സോ നമുക്ക് എന്ത് എഴുതാം, 5 എഴുതി പ്ലസ് ഇവിടെ 1.5t സ്ക്വയർ ആണ്. ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 2t വരും. സോ 1.5 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ അവിടെ 3i. സോ 3t i യൂണിറ്റ് വെക്ടർ പ്ലസ് ഇവിടെ എന്താണ് 1t സ്ക്വയർ, ടി സ്ക്വയറിൻ്റെ 2t വരും. സോ 2t j യൂണിറ്റ് വെക്ടർ വരും. ഇതാണ് എന്ത് നമ്മുടെ വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ t = 6 സെക്കൻഡാണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. സോ വി വെക്ടർ എന്ന് പറയുന്നതിൽ നമ്മളിവിടെ ടിയുടെ സ്ഥാനത്തൊക്കെ 6 എന്ന് കൊടുക്കുമ്പോൾ എന്ത് വരും, 5 + 3 × 6 i യൂണിറ്റ് വെക്ടർ പ്ലസ് 2 × 6 j യൂണിറ്റ് വെക്ടർ. സോ നമ്മുടെ ആൻസർ 5 + 18 എന്ന് പറയുന്നത് എത്രയാണ്, 23 വരും. 23 i യൂണിറ്റ് വെക്ടർ പ്ലസ് 2 × 6 12 j യൂണിറ്റ് വെക്ടർ. അപ്പോൾ വി വെക്ടർ എന്ന് പറയുന്നത് എന്ത് കിട്ടി, 23 i യൂണിറ്റ് വെക്ടർ പ്ലസ് 12 j യൂണിറ്റ് വെക്ടർ എന്ന് കിട്ടി. ഇനി നമുക്ക് സ്പീഡാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്, ഈ വെലോസിറ്റി വെക്ടറിൻ്റെ ഡയറക്ഷൻ കൺസിഡർ ചെയ്യാതെ മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നതിൽ ഡയറക്ഷൻ കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമായിട്ട് എന്താണെന്ന് കണ്ടുപിടിക്കണം. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ, വി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, വി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനായിട്ട് വിയുടെ ഓരോ കമ്പോണൻ്റെയും സ്ക്വയർ കണ്ട് ആഡ് ചെയ്ത് റൂട്ട് കണ്ടാൽ മതി. സോ √(vx² പ്ലസ് vy² എഴുതും. ഇതിൻ്റെ ആദ്യത്തെ കമ്പോണൻ്റാണ് ഇത് 23 എന്ന് പറയുന്നത്. y കമ്പോണൻ്റാണ് ഇത് 12 എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് എഴുതാം, √23² പ്ലസ് 12² എന്ന് എഴുതിയാൽ മതി. 23² പ്ലസ് 12². സോ അവർ ആൻസർ വിൽ ബി 26 m/s. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്, 26 m/s ആണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാനായിട്ട് എന്ത് ചെയ്തു, നമുക്ക് പൊസിഷൻ വെക്ടർ അറിയായിരുന്നു, അതിൻ്റെ ടൈമിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു. ഡെറിവേറ്റീവ് കാണാൻ പഠിക്കണം. അതിൻ്റെ ബേസിക് റൂൾസൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. മാത്സിൽ അത് പഠിക്കുന്നതുമാണ്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ബി വെക്ടർ എന്താണെന്ന് എഴുതി, അതിലെ ടൈം 6 സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അതിനുശേഷം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചു. സോ അപ്പോൾ നമുക്ക് അതിൻ്റെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്, വെലോസിറ്റി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് സ്പീഡ് കിട്ടും. ഓക്കെ, താങ്ക് യു. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.